എല്ലാവർക്കും ലാലീസ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് തേൻ നിലാവ്, ഒരു മിഠായി. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ ചെറുപ്പത്തിലേക്ക് കഴിച്ചിട്ടുള്ളത് തേൻ മിഠായി. അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തത് ഒരു 3 ടേബിൾ സ്പൂൺ പച്ചരിക്ക്, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന്. അത് നന്നായിട്ട് കഴുകി ഒരു 3 മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ ഒരല്പം ഉപ്പും ഒരല്പം ഈസ്റ്റും അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത മാവാണിത്. അരച്ചതിന് ശേഷം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ വേണമെന്നില്ല, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഞാൻ വേറെ ഫുഡ് കളറൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതങ്ങോട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ ഒരു തിക്നെസ് ഇപ്പം നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാരപ്പാനി റെഡിയാക്കാം. അതിനായി 4 വലിയ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരളവാണല്ലോ കാണിക്കുന്നത്, അപ്പോൾ ഇത്ര മതി പഞ്ചസാര. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വറുക്കാനുള്ള പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ പഞ്ചസാരപ്പാനി ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ പഞ്ചസാരപ്പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് തേൻ നിലാവിൻ്റെ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഓരോ ചെറിയ ഡ്രോപ്പ് പോലെ അതിനകത്തേക്കൊന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒഴിക്കണം. ഒഴിച്ച ഉടനെ തന്നെ ഇതിങ്ങോട്ട് മേലേക്ക് പൊന്തി വരികയും ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇത്ര മതി. നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ അത് മേലേക്ക് പൊന്തി വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് പഞ്ചസാരപ്പാനിയുടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി വെക്കാം. അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ നമുക്കതിനകത്തേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ നല്ല എടുക്കാറായിട്ടുണ്ട്, നല്ല ബോൾ പോലെ ആയിട്ടുണ്ട്. കൊതിയാണ് നമുക്കല്ലേ ഇത്. തേൻ നിലാവ്, തേൻ മിഠായി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ എന്തുമാത്രമാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇതേപോലെ. ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കതെടുത്ത് ആ പഞ്ചസാര പാനിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ പഞ്ചസാര പാനിയിലിരുന്ന് നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ച് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇറങ്ങി ചെല്ലണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം, കുറേശ്ശെ ആയിട്ട് തന്നെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ബോളിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാരയൊക്കെ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒന്ന് നെക്കി നോക്കിയാൽ നല്ല തേൻ ഇങ്ങനെ ഇറ്റിറ്റായിട്ട് വീഴുന്ന രൂപത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഒടുവിലിട്ടതും ആയിട്ടുണ്ട്. അതും നമുക്ക് ആ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1 മിനിറ്റ് നേരമെങ്കിലും ആ പഞ്ചസാര ലായനിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് തിളക്കാൻ അനുവദിക്കണം. എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് പഞ്ചസാരയൊക്കെ നമ്മൾ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇതും നമുക്ക് കോരി മാറ്റാം. അപ്പോൾ പഞ്ചസാര ലൈനൊക്കെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ തേൻ വീഴണം. കണ്ട, ഇതേപോലെ സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി. ഇനി ഇത് ഓരോന്നും നമുക്ക് ഈ പഞ്ചസാരയിൽ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഈ പഞ്ചസാരയിൽ ഇങ്ങനെ മുക്കി ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ഈ വിധത്തിലുള്ള തേൻ മിഠായി അല്ലെങ്കിൽ തേൻ നിലാവ് ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.